യേശുവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് സ്നേഹിക്കപ്പെടുക എന്നുള്ളത്. നമുക്കൊത്തിരി ആവശ്യങ്ങളുണ്ട്. മാനസികമായ ആവശ്യങ്ങൾ, ശാരീരികമായ ആവശ്യങ്ങൾ. ഈ ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നുണ്ട്. മാതാപിതാക്കൾ മക്കളുടെ, അല്ലെങ്കിൽ അപ്പൻ ജോലി ചെയ്യുന്നത് കുടുംബത്തിൻ്റെ എല്ലാവരുടെയും ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റുവാനാണ്. യാതൊരു തർക്കവുമില്ല. അതല്ലെങ്കിൽ അമ്മച്ചി ജോലി ചെയ്യുന്നത് കുടുംബത്തിലെ മക്കളുടെയും എല്ലാവരുടെയൊക്കെ ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റുവാനാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ വിട്ടുപോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മാനസികമായ ആവശ്യങ്ങളാണ്. ഹൈറാർക്കി ഓഫ് നീഡ്സിൽ പലപ്പോഴും ഒരു സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട്, എബ്രഹാം മാസ്ലോ പറയുന്നുണ്ട്, ഏറ്റവും വലിയ ഒരു മനുഷ്യൻ എന്ന് പറയും. അതായത് സ്വയം പൂർത്തീകരിക്കുക. അവനായിരിക്കുന്നത് നിറവേറ്റപ്പെടുക. നിൻ്റെ മകനോ നിൻ്റെ മകളോ അവർക്ക് ഒത്തിരി കഴിവുള്ളവരാണ്. ആ കഴിവ്, ആ മാനുഷികമായ കഴിവ്, ആ മകളുടെ മാനുഷികമായ കഴിവ് അവൻ്റെ പൂർണ്ണതയിൽ ആക്കി തീർക്കുക. അവൻ എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടു, അവൻ ദൈവത്താൽ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, അങ്ങനെ ആക്കി തീർക്കുക എന്നുള്ളത് ഒരു അപ്പൻ്റെയും അമ്മയുടെയും കടമയാണ്. അപ്പോൾ അങ്ങനെ സ്വയം പൂർത്തീകരണം, അല്ലെങ്കിൽ സ്വയം നിവർത്തിതമാകുന്ന ഒരവസ്ഥ ഒരു മകനും മകൾക്കും കൊടുക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് മാനസികമായ ഒരു പൂർത്തീകരണം കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കടമ എന്ന് പറയും. അപ്പോൾ അതിന് സ്നേഹം, ശ്രദ്ധ ആവശ്യമാണ്. നമുക്കറിയാം, സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ ആവശ്യപ്പെടുന്നത് എന്താണ്? ഒന്നുമില്ലല്ലേ? അപ്പം പൊട്ടുമാണ്? അല്ല. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആവശ്യപ്പെടുന്നത് ശ്രദ്ധയാണ്. ഒരു ദിവസം അവൾ പറയുന്നൊന്ന് കേട്ടില്ല നോക്കെ, ഒന്നുകിൽ കറിക്ക് ഉപ്പ് കൂടും, അല്ലെങ്കിൽ മുളക് കൂടും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അവിടെ. കാര്യം എന്താ? അതങ്ങനെയാണ്. അതൊരു മാനസിക ആവശ്യമാണ്. പലപ്പോഴും പാവം ഭർത്താക്കന്മാർക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇതാണ്, ഭാര്യയുടെ മാനസികമായ ആവശ്യങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വിരോധം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? മൈൻഡ് ചെയ്യില്ല, പറയുന്നത് കേൾക്കില്ല, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ഇതൊക്കെ ഒരു പുസ്തകമുണ്ട്, ദ ഗെയിംസ് പീപ്പിൾ പ്ലേ എന്ന് പറയുന്നത്. എറിക് ബേണിൻ്റെ ഒരു നല്ല പുസ്തകമാണ്. കിട്ടുന്നെങ്കിൽ നിങ്ങൾ എടുത്ത് വെച്ച് വായിക്കണം. നമ്മൾ വീടുകളുടെ അകത്തളങ്ങളിലൊക്കെ മറ്റുള്ളവരോട് എന്തെല്ലാം കളികളാണ് കളിക്കുന്നത്. അഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചിലരുണ്ട്, എന്തു പറഞ്ഞാലും ക്രിക്കറ്റ് കുത്തിയാലും മിണ്ടൂലെന്ന് പറയും, മിണ്ടാതെങ്കിൽ ഇരുന്നോളെ. അല്ലെങ്കിൽ പാസീവ് അഗ്രസീവായിട്ട് പ്രതികരിക്കും. അങ്ങനെയുള്ള ഭാര്യമാരെ കാണാനായിട്ട് സാധിക്കും, ഭർത്താക്കന്മാരെയും കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ മാനസികമായ തലത്തിൽ നമ്മൾ കാണിക്കുന്ന ഒത്തിരി ഗെയിംസാണ്. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ സാധിക്കുന്നത്. ഞാനിത് പറഞ്ഞു വന്നത് അതുകൊണ്ടാണ്. അപ്പം നമ്മളിങ്ങനെ കാണിക്കുന്ന ഓരോ കളികളുണ്ട്, ഈ മാനസികമായ ഈ കളികൾ. എലിയും പൂച്ചയും ഇല്ലേ, അതേപോലെയാണ് നമ്മൾ ഭാര്യയും ഭർത്താവും കൂടി വീട്ടിൽ കാണിക്കുന്ന കളികളെന്ന് പറഞ്ഞാൽ അങ്ങനെ. അതൊക്കെ ഈ ഒരു രീതിയിൽ ഒബ്സർവ് ചെയ്യാനാണെങ്കിൽ വളരെ രസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കളികൾ കളിക്കുന്നത് കൊണ്ട് നമ്മൾ നന്നാവുന്നുണ്ടോ? ഇല്ല. യഥാർത്ഥമായ സ്നേഹിക്കാനായിട്ട്, പരസ്പരം വിശ്വസിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നല്ല വ്യക്തിത്വങ്ങളായിട്ട് വളർത്തുക. നല്ല വ്യക്തിത്വം ഓരോ അപ്പച്ചനും ഓരോ അമ്മച്ചിക്കും ഉള്ളത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്ന ഇതാ, നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയും. ആദ്യം നിന്നെയാണ് സ്നേഹിക്കേണ്ടത്. നീ നിന്നെ സ്നേഹിക്കണം, നീ നിന്നെ ബഹുമാനിക്കണം. നിനക്ക് സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകണം. നിനക്ക് സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കാനും സാധിക്കണം.
ഒരു ഭർത്താവെന്ന നിലയിൽ നിനക്ക് സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകണം. പക്ഷേ ഭാര്യ പറയുന്ന കാര്യം നല്ലതാണെന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നീ അത് അംഗീകരിക്കണം. അപ്പോൾ നിൻ്റെ ഭാര്യയുടെ അഭിപ്രായം അംഗീകരിക്കുന്നത് നിൻ്റെ അഭിപ്രായം വിട്ടുകളയലോ അല്ലെങ്കിൽ നീ ചെറുതാകലോ അല്ല. അപ്പോൾ എൻ്റെ ഭാര്യയുടെ അഭിപ്രായം അംഗീകരിക്കുന്നത് കൊണ്ട് ഞാൻ ചെറുതായി പോകുന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെ സ്നേഹമില്ലായ്മ വരുന്നത്. യഥാർത്ഥമായ സ്നേഹം നിനക്കുണ്ടാകുമ്പോൾ നീ നിന്നെ അംഗീകരിക്കുകയും നിൻ്റെ ഭാര്യയെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരാളെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ എന്താ? അയാൾക്ക് ശ്രദ്ധ കൊടുക്കുകയാണ്, അയാളുടെ അഭിപ്രായത്തെ മാനിക്കുകയാണ്, അയാൾക്ക് നിൻ്റെ ജീവിതത്തിൽ ഒരു സ്പേസ്, ഒരിടം കൊടുക്കുകയാണ്. ഈ ഭാര്യാഭർത്തൃ ബന്ധമെന്ന് പറഞ്ഞാൽ എന്താ? ഇന്നലെ നീ വിവാഹത്തിന് മുമ്പ് വരെ നീ ഒരാളായിരുന്നു, പിന്നീട് ഒരാളും കൂടി നിൻ്റെ ജീവിതത്തിലേക്ക് വന്നു, ഭാര്യ. ആ ഭാര്യയ്ക്ക് ഇടം കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്നത്. നീ അങ്ങനെ വിവാഹം വഴി നിൻ്റെ ഭാര്യയ്ക്ക് നിൻ്റെ ജീവിതത്തിൽ ഇടം കൊടുക്കുന്നുണ്ടെങ്കിൽ അവളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അവൾക്ക് ഇടം കൊടുക്കണം. അതുപോലെ മക്കൾക്കും ചിലപ്പോൾ അപ്പനും അമ്മയും പറയുന്നതിനേക്കാൾ നല്ല അഭിപ്രായവും നല്ല ആശയവും പറയുന്നത് ചിലപ്പോൾ മക്കളായിരിക്കും. രണ്ടാമത്തെ കാര്യം നീ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ കുറവുകൾ അംഗീകരിക്കും. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് കുറവുണ്ട്, തെറ്റിപ്പോയി എന്ന് മനസ്സിലായി, പക്ഷേ അവിടെ കിടന്നങ്ങ് ഉരുളും. അവിടെ കിടന്ന് ഉരുണ്ട് പറയും ഞാൻ ചെയ്ത് ശരിയാണെന്ന് നീതീകരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ നീതീകരണം കൊണ്ടൊരു ഗുണവുമില്ല. ഭാര്യയ്ക്ക് മനസ്സിലാവും, മക്കം മനസ്സിലാവും, അപ്പം കാണിച്ചത് പൊട്ടത്തരമാണ്. പക്ഷെ ആ പൊട്ടത്തരം അംഗീകരിക്കാൻ അപ്പന് പറ്റുന്നില്ല. അത് പ്രശ്നമായിട്ടും വരും, അല്ലേ? അപ്പോൾ ഭാര്യ പറയാണ് നിങ്ങൾ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല. ശരിയാണ്, ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അപ്പോൾ യഥാർത്ഥത്തിനെ തന്നെ ഞാനങ്ങ് ചെറുതായിപ്പോയി, അവളങ്ങ് സ്കോർ ചെയ്തു എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിനക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ചിലപ്പോൾ നിൻ്റെ ഭാര്യ പറയുന്നതായിരിക്കും നല്ല ആശയം, അത് ചെയ്താൽ ചിലപ്പോൾ നിൻ്റെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകും. അപ്പോൾ യഥാർത്ഥത്തിൽ നിന്നെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ കുറവുകളെ നീ അംഗീകരിക്കും. അതുപോലെ മറ്റുള്ളവരുടെ ഇങ്ങനെ കുറവുകളെ അംഗീകരിക്കാനായിട്ട് നിനക്ക് സാധിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അതീതമായിട്ട് നിൽക്കാൻ സാധിക്കുക. മറ്റുള്ളവർ പലപ്പോഴും പല പൊട്ടത്തരങ്ങൾ അഭിപ്രായങ്ങൾ പറയും. 1000 മണിയുടെ നാവടക്കാം, പക്ഷേ പല ആളുകളുടെ അഭിപ്രായം പറയുന്നവരുടെ നാവടക്കാനായിട്ട് നിനക്ക് സാധിക്കുകയില്ല. നിന്നെക്കുറിച്ച് ഒത്തിരി പേര് പരദൂഷണം പറയും. നിനക്ക് നിന്നെ അംഗീകരിക്കുന്ന ഒരു ബോധ്യമുണ്ടെങ്കിൽ, നീ ആരാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ അതിനൊക്കെ അതീതമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ അതീതമായിട്ട് നിനക്ക് നിൽക്കാൻ സാധിക്കുന്നതാണ് നിന്നെ തന്നെ സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ എന്താ, ഒരാൾ പറഞ്ഞാൽ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത്, കാറ്റത്താടുന്ന ഞാങ്ങണയോന്ന്. കാറ്റും താടുന്ന ഞാങ്ങണ പോലെ ആയിരുന്നില്ല യോഹന്നാൻ എന്നാണ് യേശു പറയുക. അവനെക്കുറിച്ചൊരു വലിയ ബോധ്യം ഉണ്ടായിരുന്നു. അവനെക്കുറിച്ച് വലിയ അവൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഞാൻ എന്തിനാണ് വന്നത് എന്നുള്ള വലിയ ബോധ്യം അവനുണ്ടായിരുന്നു. ഇങ്ങനെ ഒരപ്പച്ചന് ഒരമ്മച്ചിക്ക് അവനെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നല്ല ബോധ്യമുള്ള മക്കൾ അവർക്കുണ്ടാകുന്നത്. അപ്പോൾ യോഹന്നാന് വലിയ ബോധ്യം ഉണ്ടായിരുന്നു ഞാൻ എന്തിനാ വന്നതെന്ന്. ആ ഒരു ബോധ്യമാണ് ഓരോ അപ്പച്ചനും അമ്മച്ചിക്കും ഉണ്ടാകുന്നത്. എന്താ, ആരൊക്കെ എന്തു പറഞ്ഞാലും അവൻ്റെ ആ ബോധ്യത്തിൽ നിന്ന് അവൻ മാറിപ്പോകുന്നില്ല. അപ്പോൾ നീ നിന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, നീ നിന്നെ ബഹുമാനിക്കുന്നെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ അഭിപ്രായങ്ങൾക്ക് അതീതമായിട്ട് നിൽക്കാനായിട്ട് നിനക്ക് സാധിക്കും. അതാണ് നീ നിൻ്റെ മക്കളെ പഠിപ്പിക്കേണ്ടത്. അങ്ങനെ നീ നിൻ്റെ മക്കളെ പഠിക്കുമ്പോൾ സ്വയം അംഗീകരിക്കാനും ബഹുമാനിക്കാനും വചനാധിഷ്ഠിതമായി ജീവിക്കുവാനുമുള്ള ബോധ്യം മക്കൾ നൽകുമ്പോഴാണ് എവിടെ പോയാലും നിൻ്റെ മക്കൾ നന്മയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരായിട്ട് വളരും. അപ്പോഴാണ് നീ തന്നെ ബഹുമാനിക്കാനായിട്ട് പഠിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്നെ തന്നെ യേശു പറയുന്നു, നിന്നെ നീ സ്നേഹിക്കുമ്പോഴാണ്, നിന്നെ സ്നേഹിക്കുന്നത് പോലെയാണ് നീ മറ്റുള്ളവരെ സ്നേഹിക്കുക.
നമുക്കറിയാം മറ്റുള്ളവർ നമ്മളെ ഒരുപാട് സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ശ്രദ്ധ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് ബഹുമാനം, ശ്രദ്ധ, കാര്യങ്ങളൊക്കെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ എന്താ, യഥാർത്ഥത്തിൽ സ്നേഹമെന്ന് പറയുന്നത് എന്താണ്? ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും അതീതമായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നാളെ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളായിട്ട് മാറുന്നു. ചില വ്യക്തികളെ അങ്ങനെ, ഇന്ന് ഈ ഒരാളെ ഇഷ്ടപ്പെടുന്നു, ചിലപ്പോൾ അതേ കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ വേറൊരു ദിവസം ഇഷ്ടക്കേട് ഉണ്ടാകാം. പക്ഷേ യഥാർത്ഥത്തിൽ സ്നേഹമെന്ന് പറയുന്നത് ഈ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും അതീതമാണ്. നിൻ്റെ ഭാര്യയിൽ നിനക്ക് ഇഷ്ടപ്പെടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അവിടെ ദേഷ്യമായിരിക്കും, കുശുമ്പ് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കാത്തതായിരിക്കും, അല്ലെങ്കിൽ പ്രതികരിക്കുന്ന രീതിയായിരിക്കും, ഒത്തിരി കാര്യങ്ങൾ. പക്ഷേ അവളെ സ്നേഹിക്കാനായിട്ട് നിനക്ക് സാധിക്കും. അതേപോലെ നിൻ്റെ ഭർത്താവിന് നിനക്ക് ഇഷ്ടപ്പെടാത്ത ഒത്തിരി കാര്യമുണ്ട്. അയാളുടെ കള്ളുകുടിക്കുന്നതായിരിക്കും, പ്രാർത്ഥിക്കാത്തതായിരിക്കും, അങ്ങ് ചുമ്മാതെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നതായിരിക്കും, ഉത്തരവാദിത്വം ഇല്ലാതെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒത്തിരി 100 കാര്യങ്ങൾ പറയാം. അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറ്റം പറയാനാണ് ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ ആ കുറ്റങ്ങൾക്ക് അതീതമായിട്ട് അയാളെ സ്നേഹിക്കാനായിട്ടും അയാളെ സ്നേഹിക്കുന്നത് വഴി അയാളെ തിരുത്തുവാനും നിനക്ക് സാധിക്കും. അപ്പോൾ കുറ്റങ്ങളുടെ തലത്തിൽ നിന്നാൽ ഒരിക്കലും നീ സ്നേഹിക്കില്ല. നിൻ്റെ ഭാര്യയുടെ കുറ്റങ്ങൾ കണ്ട് അവളെ എപ്പോഴും പഴി പറയുന്ന ഒരു തലത്തിൽ നീ നിൽക്കുകയാണെങ്കിൽ നിനക്ക് അവളെ ഒരിക്കലും സ്നേഹിക്കാനായിട്ട് സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ്? ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാത്തതുകൊണ്ട്, എനിക്ക് കുറ്റമുണ്ട്, എൻ്റെ കുറ്റങ്ങൾ എനിക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് എൻ്റെ ഭാര്യയുടെ കുറ്റങ്ങൾ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കാത്തത്. അതാണ് യേശു പറയുന്നത്. യേശു പറയുന്നത് ഇതാണ്: നീ നിന്നെ സ്നേഹിക്കുമെങ്കിൽ നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുകയുള്ളൂ. അപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനുള്ള മെഷറിംഗ് പോയിന്റ് ഞാനാണ്. അപ്പോൾ എന്നെ തന്നെ ബഹുമാനിക്കുക, എന്നെ തന്നെ അംഗീകരിക്കുക, എൻ്റെ കുറവുകളെ അംഗീകരിക്കുക, എൻ്റെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കൊക്കെ അതീതമായി ഞാൻ എന്നെ സ്നേഹിക്കുമ്പോഴാണ് എൻ്റെ ഭാര്യ, എൻ്റെ മക്കളെ, എൻ്റെ അയൽക്കാരെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുക. അത് വലിയൊരു കൃപയാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ്, ദൈവത്തിനെല്ലാം വിട്ടുകൊടുക്കുമ്പോഴാണ്, ദൈവത്തെ വിശ്വസിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് ഇങ്ങനെ എന്നെ തന്നെ സ്നേഹിക്കാനായിട്ട് സാധിക്കുക. ഇന്നു മുതലെങ്കിലും നമ്മൾ കുറ്റം പറയുമ്പോൾ ശരിയാണ്, ഞാനങ്ങനെ തെറ്റിപ്പോയി എന്ന് പറയാനൊന്ന് പഠിച്ചു നോക്കേ. അപ്പോൾ ഭർത്താവ് പറയാണ്, നീ പറഞ്ഞത് ശരിയായില്ല, അല്ലെങ്കിൽ നീ ചെയ്ത് തെറ്റാണ്, നീ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. അല്ല, അയാളോട് മറുതലിക്കുക, ശരിയാണ്, ഞാൻ ചെയ്ത് തെറ്റിപ്പോയി, ക്ഷമിക്കണം ചേട്ടാ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. പ്രശ്നം തീരുക മാത്രമല്ല, അത് കേൾക്കുന്ന നിൻ്റെ മകനും നിൻ്റെ മകളും ഒരു വലിയ പാഠം നിന്നിൽ നിന്ന് പഠിക്കുന്നുണ്ട്. എന്താണ്? അവരുടെ കുറ്റം അംഗീകരിക്കാൻ പഠിക്കുന്നു. അപ്പോൾ മാതാപിതാക്കളായ നിങ്ങൾ നിങ്ങളുടെ കുറ്റം അംഗീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ മക്കളെ തിരുത്താനായിട്ട് സാധിക്കില്ല. കാരണം തിരുത്തപ്പെടുന്നത് എപ്പോഴാണ്? കുറ്റങ്ങൾ അംഗീകരിക്കപ്പെടുമ്പോഴാണ്. അമ്മ അവളുടെ കുറ്റം അംഗീകരിച്ചുകൊണ്ട് ഏറ്റുപറയാണ്, ചേട്ടാ ഞാൻ ചെയ്തത് ശരിയായില്ല, തെറ്റായിപ്പോയി, ക്ഷമിക്കണം എന്ന് ഭർത്താവിനോട് ഒന്ന് ഏറ്റുപറഞ്ഞു നോക്കേ. നിൻ്റെ മകൾ നിന്നോട് ഏറ്റുപറയും. ഭർത്താവിനോട് ഒന്ന് പറഞ്ഞിട്ട് നീ അനുസരിച്ച് നോക്കേ, നിൻ്റെ മക്കൾ നിന്നെ അനുസരിക്കും. ഭാര്യയോട് ഭർത്താവ് ഒന്ന് പറഞ്ഞു നോക്കേ, എടി അത് ശരിയായില്ല, ഞാൻ പറഞ്ഞു തെറ്റായിപ്പോയി, ഞാൻ പറഞ്ഞത് തെറ്റാണ്, ശരിയല്ല, അത് ചെയ്തു തന്നെ തെറ്റായിപ്പോയി, മണ്ടത്തരമാണ്, നീ പറഞ്ഞാൽ ശരി എന്നൊന്ന് പറഞ്ഞ് നീ ഒന്ന് അംഗീകരിച്ച് നോക്കേ. നിൻ്റെ മക്കൾ നിന്നെ അനുസരിക്കും. അതുവഴി ഒത്തിരി കൃപ നിൻ്റെ ജീവിതത്തിലുണ്ടാകും. കാരണം അംഗീകരിക്കുമ്പോഴാണ് ദൈവം ഒരുപാട് കൃപ നൽകുക. 2 പേര് പ്രാർത്ഥിക്കാനായിട്ട് പോയി. ഒരു ഫരിസേയൻ പ്രാർത്ഥിച്ചു, ഞാൻ ദൈവത്തിന് ഏതാണ്ടൊക്കെ കൊടുക്കുന്നു പറഞ്ഞു, അവൻ നീതീകരിക്കപ്പെടാതെ പോയി. ഒരു ചുങ്കക്കാരൻ, പാപിയായവൻ, അവൻ നെഞ്ചത്തടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ്, നിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല, എന്നോട് കരുണയായിരിക്കണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് തിരിച്ചുപോയി. അപ്പം നീ നിൻ്റെ ഭർത്താവിനോട് ഏറ്റുപറയുന്നത് ഒരു പ്രാർത്ഥനയാണ്, നിൻ്റെ ഭാര്യയോട് ഏറ്റുപറയുന്നത് ഒരു പ്രാർത്ഥനയാണ്. ഇങ്ങനെയുള്ള ഏറ്റുപറച്ചുകൾ നിൻ്റെ കുടുംബത്തിലുണ്ടാകുമ്പോൾ നിൻ്റെ മക്കൾ നിന്നോട് ഏറ്റുപറയുകയും അവർ നിന്നെ അനുസരിക്കുകയും ദൈവകൃപ ഒത്തിരി നമ്മുടെ ഭവനത്തിലുണ്ടാകുകയും ചെയ്യും. ആ ഒരു അനുഗ്രഹത്തിനായി ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.